Hi students, welcome to the lecture. Today we will be dealing with public debt. So without much delay, let's move on to the topic. Meaning, in India, public debt refers to a part of total borrowings by union government which includes such items as market loans, special bearer bonds, treasury bills and special loans and securities issued by Reserve Bank. It also includes the outstanding external debt. എന്താണ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ കടം ആണ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ യൂണിയൻ ഗവൺമെൻറ് നടത്തുന്ന ബോറോവിങ്സിനെയാണ് പബ്ലിക് ഡെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? മാർക്കറ്റ് ലോൺസ് ഉണ്ടാവും, സ്പെഷ്യൽ ബിയറർ ബോൺസ് ഉണ്ടാവും, ട്രഷറി ബിൽസ് ഉണ്ടാവും, അതേപോലെ സ്പെഷ്യൽ ലോൺസ് ആൻഡ് സെക്യൂരിറ്റീസ്, റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ബോൺസ് ആൻഡ് സെക്യൂരിറ്റീസ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുക, പബ്ലിക് ഡെപ്റ്റ്, ഗവൺമെൻറ്റിൻ്റെ കടം, അതാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ബോറോയിങ്സിനകത്ത് താഴെ പറയുന്ന 3 കാര്യങ്ങൾ ഉണ്ടാവില്ല. ഏതൊക്കെയാണത്? സ്മോൾ സേവിങ്സ് ബോറോവിങ്സിനകത്ത് ഉണ്ടാവില്ല, പ്രൊവിഡൻറ്റ് ഫണ്ട്സ് ഉണ്ടാവില്ല, അതേപോലെ അതർ അക്കൗണ്ട്സ്, റിസർവ് ഫണ്ട്സും ഡെപ്പോസിറ്റ്സ്. മുകളിൽ പറഞ്ഞതല്ലാതെ റിസർവ് ഫണ്ട്സും ഡെപ്പോസിറ്റ്സും ഇതിനകത്ത് ഉണ്ടാവില്ല. ദ അഗ്രിഗേറ്റ് ബോറോവിങ്സ് ബൈ ദി യൂണിയൻ ഗവൺമെൻറ് കംപ്രൈസിംഗ് ദ പബ്ലിക് ഡെപ്റ്റ് ആൻഡ് അതർ ബോറോവിങ്സ് ആർ ജനറലി നോൺ ആസ് നെറ്റ് ലയബിലിറ്റീസ് ഓഫ് ദി ഗവൺമെൻറ്. അതായത് the total borrowings of union government comprising public debt and other borrowings. Public debt അതുപോലെ തന്നെ മറ്റ് ബോറോവിങ്സും ജനറലി അറിയപ്പെടുന്നത് നെറ്റ് ലയബിലിറ്റീസ് ഓഫ് ദി ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ലയബിലിറ്റിയാണ് ഈ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റ് ബോറോവിങ്സ് നടത്തുന്നതും അതെല്ലാം എന്താണ് പറയുക, ഗവൺമെൻറ്റിൻ്റെ നെറ്റ് ലയബിലിറ്റി ആണ് എന്നാണ് പറയുന്നത്. സോ മൂവിങ് ഓൺ, ഒബ്ജക്റ്റീവ്സ്. ഇൻ ഇന്ത്യ മോസ്റ്റ് ഗവൺമെൻറ് ഡെപ്റ്റ് ഈസ് ഹെൽഡ് in long-term interest-bearing assets such as national savings certificates, rural development bonds, capital developmental bonds, etc. അതായത് ഇന്ത്യയിൽ മിക്ക ഗവൺമെൻറ് ഡെപ്റ്റും എങ്ങനെയായിരിക്കും? ലോങ് ടേം ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് ബേസ്ഡ് ആയിരിക്കും. ഓക്കെ, അത് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്സ് ആകാം, റൂറൽ ഡെവലപ്മെൻറ്റ് ബോണ്ട്സ് ആകാം, ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ബോണ്ട്സ് ആകാം. ഒരു ഇൻഡസ്ട്രിയലി അഡ്വാൻസ്ഡ് കൺട്രി ആയിട്ടുള്ള ഇപ്പം USA ഒക്കെ എടുക്കുകയാണെങ്കിൽ അവരുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രമാത്രം എമൗണ്ട് ഗവൺമെൻറ് അവരുടെ പാസ്റ്റ് ഫിനാൻസ് ഡെഫിസിറ്റ്സിന് ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടോ അതിനെയാണ് അവരുടെ കണക്കിൽ ഗവൺമെൻറ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? ദ അക്യുമുലേറ്റഡ് എമൗണ്ട് ബൈ ദ ഗവൺമെൻറ് വിച്ച് ദേ ഹാഡ് ബോറൗട്ട് ഇൻ ഓർഡർ ടു മീറ്റ് ദർ പാസ്റ്റ് ഡെഫിസിറ്റ്സ്. അവരുടെ പണ്ടത്തെ കടങ്ങളെല്ലാം കൂടി വീട്ടുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു നിശ്ചിത എമൗണ്ട് ബോറോ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അത് ബോറോ ചെയ്യുന്നതിനെയാണ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. എവിടെ? അഡ്വാൻസ്ഡ് കൺട്രീസിൽ. ഓക്കെ, നമ്മുടെ ഇവിടെ പബ്ലിക് ഡെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ബോറോ ചെയ്തിരിക്കുന്നതായിരിക്കും. അത് മാർക്കറ്റ് ലോൺസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ബോൺസ് ആൻഡ് സെക്യൂരിറ്റീസ് ഫ്രം നമ്മുടെ റിസർവ് ബാങ്ക് ആയിരിക്കാം. അങ്ങനെ പല രീതിക്ക് നമ്മുടെ ബഡ്ജറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമുക്ക് ഗവൺമെൻറ്റിന് ബോറോ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് കടം ഉണ്ടാവും. ഓക്കെ, the state generally borrows from the people to meet 3 kinds of expenditure. മെയിൻലി 3 രീതിയിലുള്ള എക്സ്പെൻഡിച്ചറിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും കടമെടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റ് ഡെഫിസിറ്റ്. അതായത് നമ്മുടെ ബഡ്ജറ്റ് ബാലൻസ്ഡ് ആവുമോ അതല്ലെങ്കിൽ സർപ്ലസ് ആവുമോ ചെയ്തില്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഡെഫിഷ്യൻസി, അതായത് കുറവുണ്ടാകുക. സോ ആ കുറവിനെ നികത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബോറോ ചെയ്യേണ്ടതായിട്ട് വരും. സോ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ബഡ്ജറ്റിൽ ഡെഫിസിറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മളല്ല ഗവൺമെൻറ്. ടു മീറ്റ് ദ എക്സ്പെൻസസ് ഓഫ് വാർ ആൻഡ് അതർ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസ് ആൻഡ് ടു ഫിനാൻസ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പല പല കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പൈസയുടെ ഷോർട്ടേജ് ഉണ്ടാകും. സോ ബോറോയിങ്സ് ഉണ്ടാകേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്ക് പബ്ലിക് ഡെപ്റ്റ് ഉണ്ടാകും. അതല്ല എങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരിക, അതല്ലെങ്കിൽ ഇപ്പോൾ യുദ്ധം അതുപോലത്തെ ഉള്ള വളരെ അൺഫോർസീൻ ആയിട്ടുള്ള കണ്ടീഷൻസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ബോറോയിങ്സ് നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെ ഗവൺമെൻറ് ഡെപ്റ്റ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പബ്ലിക് ഡെപ്റ്റ് ടു മീറ്റ് budget deficit. It is not always proper to effect a change in tax system whenever the public expenditure exceeds public revenue. Public expenditure
റവന്യൂവിനേക്കാളും എക്സീഡ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുക, ഡെഫിസിറ്റ് ഉണ്ടാകുക. പക്ഷേ എപ്പോഴും നമുക്ക് ഈ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് ടാക്സ് സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം ജനങ്ങൾ എപ്പോഴും അത് സമ്മതിക്കണം എന്നില്ല. സോ ഇറ്റ് ഈസ് ടു ബി സീൻ വെദർ ദ ട്രാൻസാക്ഷൻ ഈസ് കാഷ്വൽ ഓർ റെഗുലർ. ഇഫ് ദ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഈസ് കാഷ്വൽ, ദെൻ ഇറ്റ് ഈസ് പ്രോപ്പർ ടു റേസ് ലോൺസ് ടു മീറ്റ് ദ ഡെഫിസിറ്റ്. അതായത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രാൻസാക്ഷൻസ് കാഷ്വൽ ആണോ റെഗുലർ ആണോ എന്നാണ്. ഇപ്പോൾ ബഡ്ജറ്റ് ഡെഫിസിറ്റ് കാഷ്വൽ ആണ് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലോൺസ് റേസ് ചെയ്തിട്ട് നമ്മുടെ ഡെഫിസിറ്റ് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ബട്ട് ഇഫ് ദ ഡെഫിസിറ്റ് ഹാപ്പൻസ് ടു ബി റെഗുലർ ഫീച്ചർ, എപ്പോഴും റെഗുലറായിട്ട് ഈ ഡെഫിസിറ്റ് ഉണ്ടാവുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കാം, ദ പ്രോപ്പർ കോഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് വുഡ് ബി ടു റേസ് ദ ഫർദർ റവന്യൂ ബൈ ടാക്സേഷൻ. സോ എപ്പോഴും ഇതുണ്ടാവുന്നതാണെങ്കിൽ ഒരിക്കലും നമുക്ക് എപ്പോഴും ലോൺ എടുത്തുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കത്തില്ല. സോ ജനങ്ങളിൽ നിന്ന് ടാക്സ് പിരിക്കുന്നത് കൂട്ടിക്കൊണ്ട് നമുക്ക് ഈ ഡെഫിസിറ്റ് കുറയ്ക്കാം. അതേസമയം അത് കാഷ്വലി സംഭവിക്കുന്ന കാര്യമാണ് എങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ലോൺസ് എടുത്തിട്ട് അല്ലെങ്കിൽ ബോറോവിങ്സ് ഉണ്ടായിട്ട് ഈ ഡെഫിസിറ്റ് മീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പബ്ലിക് ഡെപ്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, പബ്ലിക് ഡെപ്റ്റ് ടു മീറ്റ് എമർജൻസീസ് ലൈക്ക് വാർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു പല പല എമർജൻസീസ് ഓരോ കൺട്രീസിനും ഉണ്ടായിരിക്കും. സോ അങ്ങനത്തെ ആ ഒരു എമർജൻസീസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ബോറോ ചെയ്യേണ്ടതായിട്ട് വരും, കുറച്ച് എമൗണ്ടൊക്കെ ബോറോ ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിനെയാണ് നമ്മൾ ഇവിടെ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എസ്പെഷ്യലി വേൾഡ് വാർ സെക്കൻഡിന് ശേഷം എന്താ സംഭവിച്ചത്, ദിസ് ടൈപ്പ് ഓഫ് പബ്ലിക് ഡെപ്റ്റ് ആഡ് കൺസിഡറബിളി ഇൻക്രീസ്ഡ്. ഇങ്ങനത്തെ പബ്ലിക് ഡെപ്റ്റ് ഭയങ്കര അധികമായിട്ട് ഇൻക്രീസ് ചെയ്തു. കാരണം വേൾഡ് വാർ സെക്കൻഡിന് ശേഷം എല്ലാ എക്കോണമീസും തന്നെ ഡൗൺ ആയി. അങ്ങനെ ആ എക്കോണമീസിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് പല പല ബോറോയിങ്സ് നടത്തി. അങ്ങനെ ബോറോയിങ്സ് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പബ്ലിക് ഡെപ്റ്റ് വളരെയധികം കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എ ലാർജ് പോർഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ് ഇൻ ഇന്ത്യ ഹാസ് ബീൻ ഇൻകേർഡ് ടു ഡീഫ്രേ ദ എക്സ്പെൻസസ് ഓഫ് ലാസ്റ്റ് വാർ. കഴിഞ്ഞ വാറിനെ മീറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആണ് നമ്മുടെ കൺട്രിയിലും ഡെപ്റ്റ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. പബ്ലിക് ഡെപ്റ്റ് ഫോർ ഡെവലപ്മെൻറ്റ് പർപ്പസ്. ഇനി നമ്മൾ പബ്ലിക് ഡെപ്റ്റിൻ്റെ യൂസ് എന്താണ്, പല പല ഡെവലപ്മെൻറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക് ഡെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം റെയിൽവേസ് കൺസ്ട്രക്ട്, ഇറിഗേഷൻ പ്രോജക്ട്സ്, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മണി ബോറോ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ മണി ബോറോ ചെയ്യുന്നതാണ് നമ്മൾ പബ്ലിക് ഡെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറ ദ ഗവൺമെൻറ് ബോറോസ് from the public to meet the cost of development work under the 5-year plans and other projects. 5-year plans അതുപോലെ തന്നെ മറ്റ് പ്രൊജക്ട്സ് നമ്മുടെ കൺട്രിയിലോട്ടൊക്കെ വരുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷമാണ്. സോ ആ സമയത്തൊക്കെ ഗവൺമെൻറ്റിന് ഈ കാര്യങ്ങൾ 5-year പ്ലാൻസൊക്കെ മീറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് കുറേ എമൗണ്ട് ആവശ്യമായിട്ട് വന്നു. അങ്ങനെ ആവശ്യമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഗവൺമെൻറ് നമ്മുടെ ജനങ്ങളിൽ നിന്ന് തന്നെ ഈ കോസ്റ്റ് മീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഡെപ്റ്റ് വരാറുണ്ട്. ആസ് എ റിസൾട്ട് ദ വോളിയം ഓഫ് പബ്ലിക് ഡെപ്റ്റ് ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. അങ്ങനെ വന്നു കഴിയുമ്പോൾ പബ്ലിക് ഡെപ്റ്റിൻ്റെ വോളിയം എങ്ങനെയാണ് ഓരോ ദിവസം കൂടുമ്പോഴും വളരെയധികം ഇൻക്രീസ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. The burden of public debt. When a country borrows money from other countries, an external debt is created. ഇപ്പോൾ ഒരു കൺട്രി മറ്റ് കൺട്രീസിൽ നിന്ന് പണം കടം വാങ്ങിക്കുകയാണ് എങ്കിൽ നമ്മൾ പുറം രാജ്യവുമായിട്ടാണ് ഡെപ്റ്റിലോട്ടേക്ക് വരുന്നത്. അപ്പോൾ എന്താണ്, അതൊരു എക്സ്റ്റേണൽ ഡെപ്റ്റാണ്. It's all to others. When a country borrows money from others, it has to pay interest on such debt along with principal. So മറ്റുള്ള കൺട്രീസിൽ നിന്ന് നമ്മൾ പൈസ കടമെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മളത് തിരിച്ചടയ്ക്കണം അല്ലേ. തിരിച്ചടയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രിൻസിപ്പലും അതേപോലെ തന്നെ ഇൻട്രസ്റ്റും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ദിസ് പേയ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്. ഒന്നെങ്കിൽ ഇത് ഫോറിൻ എക്സ്ചേഞ്ച് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു എമൗണ്ട് പേ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നമ്മൾ സ്വർണത്തിൻ്റെ രൂപത്തിൽ വേണം ഈ ഒരു എമൗണ്ട് കൊടുക്കാനായിട്ട്. ഇഫ് ദ ഡെപ്റ്റർ നേഷൻ ഡസ് നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഇറ്റ് വിൽ ബി ഫോഴ്സ്ഡ് ടു എക്സ്പോർട്ട് ഗുഡ്സ് ടു ക്രെഡിറ്റർ നേഷൻ. അതായത് ഏത് നേഷനാണോ നമുക്ക് എമൗണ്ട് തന്നിരിക്കുന്നത് ആ നേഷന് നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സോ ക്രെഡിറ്റർ നേഷന് ഡെപ്റ്റർ നേഷൻ തിരിച്ചു കൊടുക്കണം. അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഫോറിൻ എക്സ്ചേഞ്ച് അതിൻ്റെ എമൗണ്ട് വളരെയധികം കുറവാണ് അവരുടെ കയ്യിലുള്ളത് എങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇൻ ദ ഫോം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യണം. ടു ബി able to export goods, a debtor nation has to generate sufficient exportable surplus by curtailing its domestic consumption. So അങ്ങനെ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഡെപ്റ്റർ നേഷൻ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാതെ അവർക്കൊരു
ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് ഇല്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്താ സംഭവിക്കുക, ഡൊമസ്റ്റിക് കൺട്രിയുടെ കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്തിട്ട് വേണം അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഫോറിൻ നേഷനിലോട്ടേക്ക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാൻ. സോ എന്താ സംഭവിക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യം യു എസ് എയിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ യു എസ് എക്ക് നമ്മൾക്ക് ആ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ രൂപത്തിൽ ആ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ നമ്മൾ ഗുഡ്സ് എന്നുള്ള രീതിയിൽ അത് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കണം. സോ അങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കൺട്രിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്തുകൊണ്ട്, ഡൊമസ്റ്റിക് കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ ഗുഡ്സ് സഫിഷ്യൻ്റ്ലി യു എസിന് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡൊമസ്റ്റിക് കൺസപ്ഷൻ കുറയ്ക്കുമ്പോൾ നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വെൽഫെയറിനാണ് അത് നഷ്ടം വരുന്നത്. ഓക്കെ, ദിസ് ആൻ എക്സ്റ്റേണൽ ഡെപ്റ്റ് റെഡ്യൂസസ് എ സൊസൈറ്റീസ് കൺസപ്ഷൻ പോസിബിലിറ്റീസ് സിൻസ് ഇറ്റ് ഇൻവോൾവ്സ് ഇൻ ഇറ്റ് സബ്സ്ക്രിപ്ഷൻ ഫ്രം the resources available to the people in the debtor nation to meet their current consumption needs. So ഇവിടെ ഇങ്ങനെ എക്സ്റ്റേണൽ ഡെപ്റ്റ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക, ഒരു ഡെപ്റ്റർ നേഷൻ അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യ പോലത്തെ ഒരു കൺട്രി യു എസിൽ നിന്നാണ് കടം എടുത്തിരിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ കണ്ടീഷൻ, ഇന്ത്യയുടെ കൺസപ്ഷൻ എബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെയധികം റെഡ്യൂസ് ചെയ്യും. സോ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ അന്നന്ന നേരത്തെ കൺസപ്ഷൻ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. In the 1990s, many developing countries such as Poland, Brazil, Mexico faced severe economic hardships after incurring ലാർജ് എക്സ്റ്റേണൽ ഡെപ്റ്റ്. സോ ഇങ്ങനെ ലാർജ് എക്സ്റ്റേണൽ ഡെപ്റ്റ് വന്നതോടുകൂടി ഒരുപാട് കൺട്രീസ്, അതായത് പോളണ്ട്, ബ്രസീൽ, മെക്സിക്കോ അങ്ങനെയുള്ള പല കൺട്രീസിനും ഇങ്ങനത്തെ എക്സ്റ്റേണൽ ഡെപ്റ്റ് ഉണ്ടായി. ദേ ആർ ഫോഴ്സ്ഡ് ടു കർട്ടിൽ ഡൊമസ്റ്റിക് കൺസപ്ഷൻ. സോ സ്വാഭാവികമായിട്ട് അവരുടെ കൺസപ്ഷൻ എങ്ങനെ ആക്കേണ്ടി വന്നു, ഡൊമസ്റ്റിക് കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, സർപ്ലസ് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇൻ ഓർഡർ ടു സർവീസ് ദെയർ എക്സ്റ്റേണൽ ഡെപ്റ്റ്. അതെന്തിനു വേണ്ടിയിട്ടാണ് അവർ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അവരുടെ ഡെപ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ദാറ്റ് ഈസ് ടു പേ ദ ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ ടു ദ നേഷൻ വെയർ ദേ ഹാഡ് ബോറോഡ്. എവിടെ നിന്നാണ് അവർ പൈസ മേടിച്ചത് അവർക്ക് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നത്. ദ ബർഡൻ ഓഫ് എക്സ്റ്റേണൽ ഡെപ്റ്റ് ഇസ് മെഷേർഡ് ബൈ ഡെപ്റ്റ് സർവീസ് റേഷ്യോ. സോ എക്സ്റ്റേണൽ ഡെപ്റ്റ് മെഷർ ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഡെപ്റ്റിൻ്റെ ബേർഡൻ മെഷർ ചെയ്തിരിക്കുന്നത് ഡെപ്റ്റ് സർവീസ് റേഷ്യോ യൂസ് ചെയ്തിട്ടാണ്. ഇൻ വിച്ച് ദ റിട്ടേൺസ് ടു ദ കൺട്രീസ് റീപേയ്മെൻറ്റ് ഒബ്ലിഗേഷൻസ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ഫോർ എ പെർട്ടിക്കുലർ ഇയർ ഓർ ഇറ്റ്സ് എക്സ്റ്റേണൽ ഡെപ്റ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് എക്സ്പോർട്ട്സ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ഇൻ ഇന്ത്യ ഇറ്റ് വാസ് 24% ഇൻ 1999. അതായത് ഡെപ്റ്റ് സർവീസ് റേഷ്യോ ഇന്ത്യയിൽ 1999 എത്രയായിരുന്നു, 24%. സോ ആൻ എക്സ്റ്റേണൽ ഡെപ്റ്റ് ഇമ്പോസസ് എ ബർഡൻ ഓൺ സൊസൈറ്റി. സൊസൈറ്റിയിൽ വളരെയധികം ഒരു ബർഡനാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇറ്റ് റെപ്രസെൻറ്റ് എ റിഡക്ഷൻ ഇൻ ദ കൺസപ്ഷൻ പോസിബിലിറ്റീസ് ഓഫ് എ നേഷൻ. ഒരു നേഷൻ്റെ കൺസപ്ഷൻ പോസിബിലിറ്റീസിനെ ഡിക്രീസ് ചെയ്യുകയാണ് ഇതുവഴി ഉണ്ടാകുന്നത്. ഇറ്റ് കോസ് ആൻ ഇൻവേർഡ് ഷിഫ്റ്റ് ഓഫ് ദ സൊസൈറ്റീസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ്. സോ നമ്മുടെ കൺട്രിയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അകത്തോട്ടേക്ക് വരും, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, അതിന് കുറച്ചും കൂടി പ്രൊഡക്ഷൻ പോസിബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഇങ്ങനെ കൂടുതലായിട്ട് എക്സ്റ്റേണൽ ഡെപ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. സോ ഇത്രയാണ് നമ്മൾ ഒരു ബേസിക് ക്രക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ ലെക്ചേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമയം പോലെ എടുത്തോളാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ്. എൻജോയ് ലേണിംഗ്.